ഹലോ ഐസിയല്ലാസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ എവിടെയാണെന്നല്ലേ നിങ്ങളൊക്കെ ഓർക്കുന്നത്? ഞാൻ പിള്ളേരുടെ വെക്കേഷനാണല്ലോ ഇപ്പോൾ ദുബായിൽ. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഒത്തിരി ശരിക്കും കോവിഡിന് ശേഷം ഒത്തിരിയായി ഞങ്ങളിങ്ങനെ വന്ന് വെക്കേഷന് നാട്ടിൽ വന്നൊക്കെ നിന്നിട്ട്, ഇന്ത്യയിൽ ഇവിടെ വന്ന് നിന്നിട്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഒരു മാസം ഇവിടെ കോയമ്പത്തൂർ എൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ ബേസ്ഡാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ കോയമ്പത്തൂരിൽ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ വടിവേലാമ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് SN മെട്രിക്കുലേഷൻ സ്കൂൾ, ശ്രീനാരായണ മെട്രിക്കുലേഷൻ സ്കൂൾ, അവിടെയാണ് ഞാൻ 6th തൊട്ട് 10th വരെ പഠിച്ചത്. അപ്പം ഞങ്ങളെല്ലാം 6th to 10th ഒരുമിച്ച് ഒരേ ബാച്ചായിരുന്നു പിള്ളേരെല്ലാം. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ബോണ്ടാണ്. ഇപ്പം ഇത്ര വർഷമായി, നമുക്ക് ഇത്രയൊക്കെ പ്രായമായി. അപ്പം ഞങ്ങൾ ശരിക്കും ഫസ്റ്റ് ഗെറ്റ് ടുഗെദർ ഞങ്ങളുടെ 2019 വെച്ചത്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലാ വർഷവും ഞങ്ങൾ ഇനി മുടങ്ങാതെ ഞാനിവിടെ വരുമ്പം ഗെറ്റ് ടുഗെദറൊക്കെ വെക്കുമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2020 നമുക്ക് കോവിഡായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ വന്ന് നിന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ വന്ന് നിന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ഗെറ്റ് ടുഗെദർ വെച്ചു. സംഭവം എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ 22 പേരുണ്ടായിരുന്നു, ഗേൾസും ബോയ്സും ആയിട്ട്. പക്ഷേ അറിയാമല്ലോ, ഓരോരുത്തരും ഓരോ സാഹചര്യത്തിലാണ്. ഫാമിലി ആയി, പിന്നെ പലരും പല സ്ഥലത്ത് പുറത്തുള്ളവരുണ്ട്, പിന്നെ പലരും പല തിരക്കിൽ ആയവരുണ്ട്. എങ്കിലും ഉള്ളവർ പറ്റുന്നവർ വരട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഗെറ്റ് ടുഗെദറിന് കുറച്ചുകൂടെ അധികം ആൾക്കാരുണ്ടായിരുന്നേ, ഒരു 15 പേരോളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ 10 പേര്, 5 ഗേൾസ് 5 ബോയ്സും ഉള്ളായിരുന്നു. പക്ഷേ അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഞങ്ങളുടെ ഈ ചെറിയൊരു സന്തോഷമുള്ള ഈ ഗെറ്റ് ടുഗെദറിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് അതൊന്ന് ഷെയർ ചെയ്യാൻ. നിങ്ങളും അപ്പം നിങ്ങളുടെ ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്, സ്കൂൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗെറ്റ് ടുഗെദറൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. അതൊരു സന്തോഷമല്ലേ ഷെയർ ചെയ്യുമ്പം. അപ്പം ഞങ്ങൾ ഗെറ്റ് ടുഗെദർ ഇവിടെ നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ അതേ സ്ഥലത്താണ്. തൊണ്ടാമുത്തൂർ ഭാഗത്ത് ഓണാമ്പാളയം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബംഗ്ലോ ക്ലബ് റിസോർട്ടുണ്ട്, അടിപൊളി റിസോർട്ടാണ്. അവിടെയാണ് ഞങ്ങൾ ഗെറ്റ് ടുഗെദർ നടത്തിയത്. ലഞ്ചും എല്ലാം ഞങ്ങൾ, അതായത് ഒരു 11 to 5 വരെ, ഇതാണ് ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ ടൈം. എല്ലാവരും ഫാമിലിയല്ലേ, പിള്ളേരുള്ളതല്ലേ, അപ്പോൾ ആ ടൈമിലാണ് ഗെറ്റ് ടുഗെദർ നടത്തിയത്. ലഞ്ചൊക്കെ ആയിട്ട് ഞങ്ങൾ ലിറ്ററലി ഉണ്ടല്ലോ, നമ്മൾ ഇത്രയൊക്കെ പ്രായമായെങ്കിലും നമ്മുടെ ഉള്ളിലെ ആ ഒറിജിനൽ സെൽഫ് അല്ലെങ്കിൽ ആ ഇന്നർ ചൈൽഡ് പുറത്ത് വരുന്ന ഈ സമയത്താണ്. അപ്പം ആ ഒരു ജേർണിയിലേക്ക് ഞാൻ നിങ്ങളെയും കൂടെ ഞാൻ എടുത്തുകൊണ്ട് പോകാമേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെറ്റ് ടുഗെദറിലേക്ക് പോവാം. ഞാനെന്താ ഈ ജീപ്പ് കാണിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് അല്ലേ? ഈ ജീപ്പിലാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത് എൻ്റെ ക്ലാസ്മേറ്റും ഫ്രണ്ടായ ആനന്ദ്. ഞാനും മോളും മാത്രം ഗെറ്റ് ടുഗെദറിന് പോയത്, പിള്ളേർ വന്നില്ല. അപ്പോൾ ആനന്ദ് ഒരു അഗ്രികൾച്ചറിസ്റ്റാണ്. അപ്പം അവനാണ്, ഇതാണ് ആനന്ദ്. എന്നെ പിക്ക് ചെയ്തിട്ട് നന്ദകുമാരിയാണിത്, വിൽമ ആണിത്. അപ്പം ഞങ്ങളെ 3 പേരെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങളെ റിസോർട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഞാനും മോളും മാത്രമാണ് പോയത്. മക്കൾക്ക് ബോറടിക്കുമെന്ന് പറഞ്ഞിട്ട്, വലിയവരുടെ ഗെറ്റ് ടുഗെദർ അല്ലേ, അവർ വന്നില്ല. അപ്പം ഇതാണ് റിസോർട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. കുറച്ചൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഏരിയയിലാണ് ഇത്. ഇവിടെ ആനയൊക്കെ ഇറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ സേഫാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഗെറ്റ് ടുഗെദർ വെച്ച സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ നമ്മൾ തീരുമാനിച്ചത്. കംഫർട്ടബിളാണ്, അതുകൊണ്ടാണേ. അപ്പം എൻ്റെ ഫേവററ്റ് വണ്ടിയാണ് കേട്ടോ ജീപ്പ്. പണ്ട് എൻ്റെ അങ്കിൾക്ക് ജീപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ജീപ്പിൽ എല്ലായിടത്തും പോയിരുന്നത്. അപ്പം വീണ്ടും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ജീപ്പിൽ കയറാൻ പറ്റിയപ്പോൾ സന്തോഷമായി. ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ ബാക്കി ഫ്രണ്ട്സും കൂടെ നമ്മളെ ജോയിൻ ചെയ്യും. ഒത്തിരി വണ്ടികൾ കണ്ടിട്ടത് ഞങ്ങളുടെയാണെന്ന് വിചാരിക്കണ്ടേ, ഞങ്ങളുടെ പിള്ളേരുടെ അല്ല. ഇവിടെ വേറൊരു ഈവൻറ്റും കൂടെ നടക്കുന്നുണ്ട്, അതിൻ്റെയാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാം ഒത്തുകൂടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പം 5 ബോയ്സും ഞങ്ങൾ 5 ഗേൾസാണ്. ഗേൾസിൽ ഇതാണ് നിമ്മി, മറ്റേത് നന്ദകുമാരി, ഇത് ലോകനാഥൻ, അരുൺ, ആനന്ദ്, വിൽമ. ഇത് അരുണിൻ്റെ വൈഫും ബേബിയും ആണ്. അപ്പോൾ അരുണിന് മാത്രമാണ് വൈഫും ബേബീനെയും കൊണ്ടുവന്നത്. ബാക്കി എല്ലാവരും അവർ ഒറ്റയ്ക്കാണ് വന്നത്. അരുൺ ഈ താടി വെച്ചതാണ് അരുൺ. ആദ്യത്തെ ചിരിയും കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ചിലേക്ക് കടന്നു. ആനന്ദ്, ഇത് അരുൺ, തൊട്ടടുത്ത് മണിവണ്ണൻ, അതിൻ്റെ അപ്പുറത്ത് ത്യാഗരാജൻ, ആവേശത്തിലെ രംഗണ്ണൻ്റെ സ്റ്റൈലിലിരിക്കുന്നതാണ് ലോകനാഥൻ. എല്ലാവരും പറയായിരുന്നു ശരിക്കും രംഗണ്ണൻ്റെ പോലെ ഉണ്ട് ലോകനാഥൻ. ലോകനാഥനും സ്വന്തം തോട്ടമുണ്ട്, അവൻ അഗ്രികൾച്ചറിലാണ്. ഇത് നിമ്മിയാണ്.
ഇത് നമ്മുടെ നന്ദു. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടേഴ്സിനായിട്ട് പെപ്പർ ചിക്കൻ, ചിക്കൻ 65, മോണിക്ക ചിക്കൻ ഇതാണ് കഴിച്ചത്. ലഞ്ചിന് ചിക്കൻ ബിരിയാണി. പിന്നെ ദാ ബ്ലൂ ഷോൾ ഇട്ടിരിക്കുന്ന സിന്ധു ആണ്. ഇപ്പോൾ ഫുഡ് മുന്നിൽ വന്നാൽ നമുക്ക് കണ്ണ് കാണില്ല. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കേക്ക് എപ്പോഴും ഗെറ്റ് ടുഗദറിന് മുറിക്കുന്നതാണ്. എപ്പോഴെന്ന് പറയുമ്പോൾ ഒരു ഗെറ്റ് ടുഗദറേ നടന്നുള്ളൂ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോയത്. ഇപ്രാവശ്യം മോളുള്ളതുകൊണ്ട് നടന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻ ചേച്ചി ഷീബ ചേച്ചി ഇവിടെ ഉണ്ട്. ഇവിടെ കോയമ്പത്തൂരിലാണ്. ചേച്ചി നല്ലൊരു അടിപൊളി ഹോം ബേക്കറാണ്. ലവ് ബേക്സ് എന്ന് പറഞ്ഞ് ഒരു ബേക്സാണ് ചേച്ചി നടത്തുന്നത്. അപ്പം ഞാൻ ചേച്ചിയുടെ എപ്പോഴും വീട്ടിലേക്ക് സർപ്രൈസ് കേക്കൊക്കെ ചേച്ചിയോട് പറഞ്ഞ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. ചേച്ചിയാണ് അപ്പോൾ ഈ അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിന് തയ്യാറാക്കി എത്തിച്ചത്. അപ്പോൾ അതാ കേക്ക് മുറിക്കാൻ റെഡിയായി. എന്തായാലും 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും ഒത്തുകൂടി എന്ത് പാട്ട് പാടുമെന്നായി ആദ്യത്തെ ചർച്ച. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാടാൻ പറ്റില്ല, പിന്നെ എന്ത് പാട്ട് പാടുമെന്നായി. അങ്ങനെ പറഞ്ഞ് കളിച്ച് ഞങ്ങൾ എന്തായാലും ഫൈനലി കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് നല്ല കിടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല യമ്മി കേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് മുറിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു 11-11:30 ഇത് ഇവിടെ ഗെറ്റ് ടുഗദർ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് സ്വല്പം നേരത്തിൽ തന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് പിന്നെ കേക്കൊക്കെ മുറിച്ചത് കേട്ടോ. അപ്പം കോയമ്പത്തൂരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കേക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഷീബ ചേച്ചിയുടെ അടുത്ത് ഓർഡർ ചെയ്യാൻ കേട്ടോ. ലവ് ബേക്സ് ആണ് ചേച്ചിയുടെ ബേക്കറി നെയിം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേച്ചിയുടെ നമ്പർ കൊടുത്തേക്കാമേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ അതാ ഞങ്ങളുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഗെറ്റ് ടുഗദർ ഞങ്ങൾ ഒത്തിരി ഗെയിംസൊക്കെ വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ അതിന് പറ്റിയില്ല. കാരണം ഓരോരുത്തരും ഓരോ സമയത്താണ് എത്തിച്ചേർന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം എല്ലാവരും ഒരുപോലെ സമയത്തെത്തി. ഇത്തവണ പലരും ബിസി ആയിരുന്നു ജോലിയിലും പല കാര്യത്തിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മിക്കവരും അവർക്ക് സ്വന്തം തോട്ടവും അവർ അഗ്രികൾച്ചറൊക്കെ ചെയ്യുന്ന, അപ്പം ആ ഒരു ബിസിയിലൊക്കെ ആയിപ്പോയിട്ട് പല സമയത്ത് വന്നുകൊണ്ട് നമ്മൾ ഗെയിംസ് ഒന്നും വെച്ചില്ല. കേക്കൊക്കെ മുറിച്ച് വീണ്ടും കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഞങ്ങളെപ്പോഴും പോലെ ഫ്രണ്ട്ഷിപ്പ് ബാൻഡൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിരിയുമായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു സ്വല്പ സമയത്ത് നമ്മളായി തീരുന്ന ഒരു സമയമായിരുന്നു ഇത് കണ്ടോ. അപ്പം ഞങ്ങളുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിമ്മിയായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കൊണ്ടുവന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു നീ തന്നെ എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഇട്ടതാന്ന്. അപ്പം അങ്ങനെ നിമ്മി 2 ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് വീതം ലാവിഷായിട്ട് ഇട്ട് തന്നു. കാരണം അവൾ ഒത്തിരി പേര് വരുന്ന പ്രതീക്ഷ ഞങ്ങൾ 10 പേരെ പക്ഷെ എത്തിയുള്ളൂ. രംഗണ്ണൻ നമ്മുടെ ലോകനാഥനാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങളൊന്ന് പറയണേ, ലോകനാഥനെ കണ്ട രംഗണ്ണൻ്റെ ഒരു ചായയില്ലേന്ന്. എനിക്കാദ്യമൊന്നും അങ്ങനെ തോന്നിയില്ല. പക്ഷേ എൻ്റെ മോൻ അപ്പു ഫോട്ടോസൊക്കെ കണ്ടിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ റിസംബ്ലൻസ് മനസ്സിലായത് കേട്ടോ. ഞാൻ അതുവരെ ശ്രദ്ധിച്ചില്ല. കാരണം എനിക്ക് എപ്പോഴും ലോകനാഥൻ എൻ്റെ ഒരു ഫ്രണ്ടും ക്ലാസ്മേറ്റും അല്ലേ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പം ഇതെല്ലാം ബാൻഡ് കെട്ടലൊക്കെ കഴിഞ്ഞ് അപ്പുറത്ത് വേറെ ഈവൻറ്റ് നടക്കുന്നതിൻ്റെ കേട്ടോ ആ തിരക്കൊക്കെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ സെഷനൊക്കെ എടുത്തു. ഇതാണ് ഞങ്ങളുടെ കുട്ടി 10th സ്റ്റാൻഡേർഡ് ഗ്യാങ്. ഞങ്ങളുടെ ഈ ബോണ്ട് എത്ര വർഷമായാലും ഇതുപോലെ നിലനിൽക്കും. ഞങ്ങളെന്നും പിള്ളേരായിരിക്കും ഞങ്ങൾ കണ്ടുമുട്ടുമ്പം. ഈ ഒരു സന്തോഷം നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.